തിരുവനന്തപുരത്ത് വി രാജേഷ് ഇപ്പോൾ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ അന്തിമ ഫലം വരുന്നുണ്ട്. വി രാജേഷിന് 51 വോട്ടുകളാണ് ലഭിച്ചത്. KS ശബരിനാഥിന് 17, ഒപ്പം LDFിന്റെ സ്ഥാനാർത്ഥിക്ക് 29 എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്ക്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, അങ്ങനെ വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ BJP മേയറായി വി രാജേഷിനെ തെരഞ്ഞെടുത്തു. 51 വോട്ടുകളാണ് വി രാജേഷിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഈ എതിർ മേയർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി പോയിട്ടുണ്ട്. ഓപ്പൺ ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് ഒപ്പ് രേഖപ്പെടുത്താത്തതിനെ തുടർന്നാണ് ഈ വോട്ടുകൾ അസാധുവായിട്ടുള്ളത്. ഒപ്പം ഈ LDF മേയർ സ്ഥാനാർത്ഥിയായിരുന്ന RP ശിവജിക്ക് 29 വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. നന്ദൻകോട് വാർഡിൽ വിജയിച്ച KR ക്ലീറ്റസിന്റെ 1 വോട്ടാണ് അസാധുവായത്. വെങ്ങാനൂർ വാർഡിൽ UDFന്റെ ഘടകകക്ഷിയായി വിജയിച്ച ലതികയുടെ വോട്ടുമാണിപ്പോൾ അസാധുവായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വി രാജേഷിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കാൻ മുതിർന്ന BJP നേതാക്കളൊക്കെ തന്നെ ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും V മുരളീധരനും K സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വളരെ നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൗൺസിൽ ഹാളിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട്. ഈ വിജയിച്ച ശേഷം എല്ലാ കൗൺസിൽ അംഗങ്ങളെയും കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കളുടെ അടുത്ത് പോകുന്നത്. അവരെ കൂടി കണ്ട ശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നേതൃത്വത്തിൽ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ ഫയലിൽ വി രാജേഷ് ഒപ്പുവെക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേയറായി വി രാജേഷിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഒരു പരാതി മേയർ ആയ വി രാജേഷിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നതാണ്. SC/ST ഫണ്ട് തട്ടിപ്പ്, ഒപ്പം ഈ പിൻവാതിൽ നിയമനങ്ങളിൽ പാർട്ടി ഇടപെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മുൻ കൗൺസിലർ കൂടിയായ ശ്രീകുമാർ ഇപ്പോൾ ഒരു പരാതി വി രാജേഷിന് നൽകിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് നിർണായകമായൊരു ചുവടുവയ്പ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേത്. ഒപ്പം ഈ പ്രതിപക്ഷമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ ഭരണപക്ഷമായിരുന്ന CPIഎമ്മിനെതിരെ വലിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുൻകാല അഴിമതികൾ, മുൻ CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, ഇടപെടലുകൾ, അന്വേഷണങ്ങളൊക്കെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ കൂടി ഭാഗമായി കൂടിയാണ് ഇപ്പോൾ മേയർ തിരഞ്ഞെടുപ്പ് നടന്ന ഈ ദിവസം തന്നെ ആദ്യ പരാതി മേയർ വി രാജേഷിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഇപ്പോൾ വി രാജേഷ് ഈ കളക്ടർ ഇരിക്കുന്ന ഡയസിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ വലിയ മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ വി രാജേഷിനെ മേയറായി തിരഞ്ഞെടുത്ത നടപടിയെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ നടക്കും. ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. അതിനായി വി രാജേഷ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വി രാജേഷിന് നിർദ്ദേശിക്കുകയാണ്. അതനുസരിച്ചായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ആ ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഉന്മേഷ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നു. വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു കോർപ്പറേഷൻ മേയറായി BJP പ്രതിനിധി വരികയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക്. പ്ലീസ് മെയിൻറ്റെയിൻ സൈലൻസ്. നമ്മൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ജില്ലാ കളക്ടർ അനുകുമാരിയാണിപ്പോൾ സത്യവാചകം ചൊല്ലി നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി BJP നേതാവ് VV രാജേഷ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുകയാണ്. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷിന്റെ വിജയം. 50 വോട്ടുകൾ അത് BJP പ്രതിനിധികളായി കൗൺസിലിൽ എത്തിയവരുടേതാണ്. സ്വതന്ത്ര കൗൺസിലർ പാട്ടൂർ രാധാകൃഷ്ണന്റെ പിന്തുണ കൂടി VV രാജേഷിനുണ്ടായിരുന്നു. അങ്ങനെ 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷിന്റെ വിജയം. VV രാജേഷിനെ ഇപ്പോൾ ജില്ലാ കളക്ടർ അനുകുമാരി അഭിനന്ദിക്കുകയാണ്. സത്യവാചകം ചൊല്ലി നൽകിയത് ജില്ലാ കളക്ടറായിരുന്നു. VV രാജേഷിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു, കൗൺസിലർമാരെ അഭിവാദ്യം ചെയ്യുന്നു. BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നഗരസഭാ കൗൺസിൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. ബൊക്കെ നൽകി അനുമോദനം അറിയിക്കുകയാണ് ജില്ലാ കളക്ടർ അനുകുമാരി. മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായി ഇപ്പോൾ VV രാജേഷിന് അഭിനന്ദനം അറിയിക്കുകയാണ്. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷിന്റെ ജയം. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ VV രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.